അസ്സലാമു അലൈക്കും. ഇത്താത്തയാണ്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് ഫിർഔൻ ജീവിച്ചിരുന്നു. എങ്കിൽ ഫിർഔന്റെ ആയസ് എന്നുള്ളത് മൂസാ നബിയുടെ പിതാവിൻ്റെയും കാലത്തും ഫിർഔൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം ആയുസ് കൂടുതലായിരുന്നു ഫിർഔന്. ഒരിക്കൽ ക്രൂരത താങ്ങാൻ കഴിയാതെ, ഫിർഔന്റെ ക്രൂരതകൾ താങ്ങാൻ കഴിയാതെ മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട്, ഇവൻ എന്തുകൊണ്ടാണ് റബ്ബെ ഇത്ര നാൾ വിട്ടുവെച്ചിരിക്കുന്നത്? ഇവന്റെ ക്രൂരതകൾ താങ്ങാൻ കഴിയുന്നില്ല, ഇവന്റെ അവസാനം എന്നുള്ളത് അനിവാര്യമാണ് എന്ന്. അപ്പോൾ അള്ളാഹു തആല മൂസാ നബിയോട് പറയുന്നുണ്ട്, ഇവന്റെ കുടുംബത്തിലെ ഐക്യം നിലനിർത്തുകയും അവരെ പിരിക്കാതിരിക്കുകയും ചെയ്യുന്നു. ഇതേ തന്നെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോടും പറഞ്ഞത്. കുടുംബത്തിന്റെ ഐക്യം നിലനിർത്താനും കുടുംബത്തോട് മാന്യമായി പെരുമാറാനും കുടുംബക്കാരോട് പിണങ്ങി നടക്കാതിരിക്കാനും ഇതൊക്കെ നമ്മളോട് പറഞ്ഞതും കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ നന്മ ചെയ്യുന്നവർക്ക് ആയുസ് വർദ്ധിക്കുകയും അവന്റെ ഭക്ഷണത്തിൽ വിശാലത ഉണ്ടാവുകയും ചെയ്യും, അവന്റെ റിസ്ക് വർദ്ധിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. കുടുംബത്തിന്റെ ഐക്യം നിലനിർത്തുന്ന കാര്യത്തിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് സ്ത്രീകളാണ്. ഇങ്ങോട്ട് വന്നാലേ ഞാൻ അങ്ങോട്ട് പോവുകയുള്ളൂ, എന്നെ സഹായിച്ചാലേ ഞാൻ തിരിച്ചു സഹായിക്കുള്ളൂ എന്നൊക്കെയുള്ളൊരു ചിന്ത. ആ ഒരു ചിന്ത എന്നുള്ളത് ശരിക്കും ഒരു ബിസിനസ് പോലെയാണല്ലേ. അങ്ങോട്ടുണ്ടെങ്കിലേ ഇങ്ങോട്ടുള്ളൂ എന്നുള്ളൊരു ചിന്ത. അതിന് പകരം എനിക്ക് റബ്ബിൻ്റെ തൃപ്തിയാണ് വേണ്ടത്, സാരല്ല എന്ന് ഒരാൾ വിട്ടുവീഴ്ച കൊടുത്തുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു കുടുംബത്തിലെ ഐക്യം നിലനിൽക്കുകയും നമ്മുടെ ആയുസ്സിലെ വർധനവും കുടുംബത്തിലെ നമ്മുടെ എല്ലാവരുടെയും ആയുസ്സിലെ വർധനവും റിസ്കിലെ വർധനവും അല്ലാഹു തആല നൽകും എന്നുണ്ടെങ്കിൽ, റബ്ബിൻ്റെ തൃപ്തിയോടുകൂടി നമുക്ക് ജീവിക്കാം എന്നുണ്ടെങ്കിൽ പരസ്പരം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യുക. ഇങ്ങോട്ട് വന്നില്ലെങ്കിലും നമ്മൾ അങ്ങോട്ട് പോവുക, ഇങ്ങോട്ട് ഒരു സഹായം ചെയ്തില്ലെങ്കിലും നമുക്ക് അവരെ സഹായിക്കേണ്ട ഘട്ടങ്ങളാണെങ്കിൽ നമ്മൾ സഹായിക്കുക. അതാണ് ഏറ്റവും വലിയ നന്മ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്.